ഹായ് കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സൺഫ്ലവർ കീ ചെയിൻ ആണ് കേട്ടോ. സൺഫ്ലവർ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം ഒരു മാജിക് റിങ് ചെയ്യുക. മാജിക് റിങ് ഒക്കെ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ പോയി കാണുക. ആ മാജിക് റിങ്ങിലേക്ക് നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഇത് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയാണ്. ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് ആ സ്റ്റിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ മാർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ സ്റ്റിച്ച് ഏതാണെന്ന് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി 5 ചെയ്തു. ടെയിൽ എൻഡ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല റൗണ്ടിൽ കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ റൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ എൻ്റെ യാണിന് ഒട്ടും ക്വാളിറ്റി ഇല്ല. അപ്പോൾ അത് വില കുറഞ്ഞ യാണാണ്. ഞാൻ പുതിയ യാണൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിലെനിക്ക് സ്റ്റിച്ച് എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണത്. എങ്ങനെയാണ് നിങ്ങൾക്കും കാണുന്നില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ സ്റ്റിച്ച് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല യാണ് ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ അവൈലബിൾ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത് ചെയ്തത്. അതിനുശേഷം നമ്മൾ ചെയിൻ 1 ചെയ്തിട്ട് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത റൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് 6 ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. ആ ഓരോ സിംഗിൾ ക്രോഷ്യയിലേക്കും നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ കിട്ടും. അപ്പോൾ അങ്ങനെ ആ റൗണ്ട് നമ്മൾ രണ്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൗണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതും നമ്മൾ ലാസ്റ്റ് ചെയിൻ 1 ചെയ്ത് ക്ലോസ് ചെയ്യുക. എപ്പോഴും നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയിൻ 1 ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അടുത്ത റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ്. അങ്ങനെ നമ്മൾ ആ റൗണ്ട് ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആ റൗണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ചെയിൻ 1 കൊടുത്ത് ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 4th റൗണ്ട് എന്ന് വെച്ചാൽ 4th റൗണ്ടിൽ ആദ്യത്തെ 2 സ്റ്റിച്ചിലും ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് 2 സിംഗിൾ ക്രോഷ്യ. ആ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്ത് വരിക. അതാണ് നമ്മുടെ 4ാമത്തെ റൗണ്ട്. അപ്പോൾ നമുക്ക് റൗണ്ടുകളെല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ റൗണ്ടാണ് കിട്ടുക. അതിനുശേഷം നമ്മൾ യാണ് കട്ട് ചെയ്ത് മാറ്റും. യാണ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്ക് സൈഡിൽ നമ്മളതൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടൈറ്റ് ആവരുത്. ടൈറ്റ് ആയാലും നമ്മുടെ ആ ഒരു ഷേപ്പിന് വ്യത്യാസം വരും. അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ആ യാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെയുള്ള മറ്റൊരു റൗണ്ടും കൂടി ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ 2 ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. സെയിം ഷെയ്ഡ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലെയാണ് ഞാനൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ 2 റൗണ്ടും കൂടി നമ്മളിങ്ങനെ ഒരേപോലെ വെച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ വരുന്ന സ്റ്റിച്ചിലാണ് നമ്മൾ ഇനിയുള്ള പെറ്റൽസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യെല്ലോ കളർ യാണ് എടുക്കുക. ടോപ്പിലുള്ള 2ൻ്റെ ഒരേപോലെയുള്ള സ്റ്റിച്ചിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 റൗണ്ടിൽ ഒരേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മുടെ യെല്ലോ യാണ് പുൾ ത്രൂ ചെയ്യുക. ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെയിൻ 2 ചെയ്തതിന് ശേഷം അതേ സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ, അതേ സെയിം സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത അതിൻ്റെ തൊട്ടടുത്ത സ്പേസിൽ വേണം അടുത്ത ട്രിപ്പിൾ ക്രോഷ്യയാണ് നമ്മൾ ചെയ്യേണ്ടത്. 2 വട്ടം യാണ് ട്വിസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിലേക്ക്
സെയിം സ്റ്റിച്ചിലേക്ക് 3 ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയിൻ 2 ചെയ്യുക, അതേ സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് വേണം ഡബിൾ ക്രോഷേ ചെയ്യാൻ. ഡബിൾ ക്രോഷേ ചെയ്തിട്ട് വീണ്ടും ചെയിൻ 2 ചെയ്യുക. ഡബിൾ ക്രോഷേ ചെയ്ത സെയിം സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ചെയ്തിട്ട് ചെയിൻ 2 ചെയ്യുക. അതിനുശേഷം ഈ സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുക. ആ ചെയിൻ 2 ചെയ്ത സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. നെക്സ്റ്റ് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് 3 ട്രിപ്പിൾ ക്രോഷേ. അങ്ങനെ ചെയ്ത് നമ്മൾ പെറ്റൽസ് ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പെറ്റൽ ചെയ്യാനുള്ള സ്പേസേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കുറച്ച് യാൺസാണ് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് കാണാനൊരു ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുക എപ്പോഴും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് പെറ്റലും കൂടി കംപ്ലീറ്റ് ചെയ്യുക. ലാസ്റ്റ് പെറ്റൽ ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റുള്ള സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയിൻ 1 കൊടുത്തിട്ട് വേണം നമ്മൾ യാണ് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആദ്യത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്തിട്ടാണല്ലോ നമ്മൾ വീണ്ടും അടുത്ത പെറ്റലിന് ചെയിൻ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് മാത്രം ചെയ്ത് ചെയിൻ 1 ചെയ്തിട്ട് വേണം നമ്മൾ യാണ് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. ചെയിൻ 1 ചെയ്തിട്ട് നമ്മൾ യാണ് വലിച്ചിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയിൻ 1 കൊടുത്തിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് യാൺ കട്ട് ചെയ്ത് മാറ്റുക. നമ്മുടെ ഫ്ലവർ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 രീതിയിൽ ചെയ്യാം. ഇത് ഒരു രീതിയാണ്, വേറൊരു രീതിയിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ പെറ്റൽസ് കുറച്ചുകൂടെ ഒന്ന് കുറച്ച് ഇത്രയും അങ്ങ് റൗണ്ടിലിരിക്കത്തില്ല. ഇത് ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും, കണ്ടില്ലേ? ഇപ്പോഴല്ലേ അതിനൊരു ഭംഗി വന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ആക്കി കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഈ ബാക്കി വന്നിട്ടുള്ള ഈ ത്രെഡിലേക്ക് ഈ യാണിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ യാണിൽ തന്നെ നമ്മുടെ കീ ചെയിനായിട്ടുള്ള ആ ഒരു ചെയിൻ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെയിൻ അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെയിനും കൂടി അറ്റാച്ച് ചെയ്ത് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ യാണിന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ഉള്ളിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തേപോലെ ഒന്ന് ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഇതേപോലെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ചെയ്തത്. കാരണം എനിക്കിത് ക്വാളിറ്റി കുറഞ്ഞ യാണാണ്. 12 രൂപയ്ക്ക് ഞാനിവിടെ അടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് സ്റ്റിച്ചുകളൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ യാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലെനിക്ക് സ്റ്റിച്ചുകളൊക്കെ കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു.